പല്ല് വേദന എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനയാണ്. അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ തീവ്രത അറിയാവും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 പ്രാവശ്യമല്ല നമ്മൾ പല്ല് തേക്കും, നല്ല പേസ്റ്റ്, അതുപോലെ തന്നെ അതിന് കണക്കായ ബ്രഷ്, അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാലും പല്ല് വേദന ഇല്ലാത്ത ആൾ വളരെ ചുരുക്കമാണ്. അതിന് മാത്രം ഡെൻ്റൽ കെയർ ഹോസ്പിറ്റലിൽ BDS ഡോക്ടർമാരൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ 1 അല്ല 2 അല്ല 3 അല്ല അതിലധികമാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പല്ല് വേദന വന്നു കഴിഞ്ഞാൽ പല്ല് അടക്കൽ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പല്ല് പൊരിക്കൽ. പല്ല് അടച്ചു കഴിഞ്ഞാൽ പല്ല് വേദന വന്നാൽ അതിനെക്കാട്ടും വലിയ വിഷമമാണ്. പല്ല് പൊരിക്കലോ ആകെ ഉള്ള 32 പല്ല് എന്നാണ് പറയുന്നത്. അതിൽ ഓരോന്നിങ്ങനെ പൊരിച്ചാൽ ഇപ്പം ഞാൻ അനക്കണ്ടിപ്പോൾ 2 പൊരിച്ച് കഴിഞ്ഞു. പിന്നെ അവസാനത്തെ നമുക്ക് പല്ല് സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് റൂട്ട് കനാൽ. റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബേജാറാവും. എന്താ അറിയുങ്ങൾ, ഒരുപാട് പ്രാവശ്യം പോകണം, കുറച്ച് പൈസയും പോകണം. എന്നാലില്ല, നമ്മളെ കണ്ണൂർ വാരം ഡെൻ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ റൂട്ട് കനാൽ ഒറ്റത്തവണ തീർപ്പാക്കലാണ്. അതായത് നമ്മുടെ നികുതിയിലടക്കാൻ നേരം പോയി കഴിഞ്ഞാൽ പറയല്ലോ ഒറ്റത്തവണ തീർപ്പാക്കൽ, അതേപോലെയാണ് ഒരു പ്രാവശ്യം റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ശരിക്കും അന്വേഷിച്ചു. BDSും അതുപോലെ തന്നെ അവിടെ വരുന്ന ഡോക്ടറോടും ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുള്ള സമയത്ത് ഞാനൊന്ന് ചെയ്തു, 1 വർഷം കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ രണ്ടാമത് നാട്ടിലുള്ള സമയത്ത് ഒരു പല്ല് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പോകാം. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സമയം, അപ്പോൾ ഒരുപാട് ദിവസവും പോകണം. ചെറിയൊരു പൈസ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഞാൻ എന്തായാലും ഓക്കെയാണ്, നിങ്ങൾക്ക് വാരം ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യമേ പോകണ്ടു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടെങ്കിലോ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട.